ഇന്നത്തെ എപ്പിസോഡ് നിധിയുടെ ചേട്ടൻ നിധി കോളേജിൽ വന്ന കാര്യം അറിഞ്ഞിട്ട് കോളേജിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നിധി അവിടെ ചെന്നിട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി സുധീഷ് വിളിക്കുകയാണ്. സുധീഷ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ കൂടെ വന്നു. അപ്പോൾ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അച്ഛനെ അവിടെ ഇറക്കി വിട്ടേക്കണം, ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആ രീതിയിലൊക്കെ സുധീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ഓക്കെ, നിങ്ങളുടെ അച്ഛനല്ലേ വന്ന് കയറുമ്പോൾ ഞാൻ എന്ത് പറയാനാ, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയുടെ എന്താ മിസ്സ് വരുന്നുണ്ട്. ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട് നിധി ഇന്ന് പ്രിൻസിപ്പൾ വരത്തില്ല, പ്രിൻസിപ്പൾ വന്നാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഒരു കാര്യം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് നിങ്ങൾ കംപ്ലയിൻ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു എഫ്ഐആർ കൊണ്ടുവന്നിട്ട് അതൊക്കെ വെച്ചിട്ട് വേണം സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ. അല്ലാണ്ട് എന്നാലും യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്കത് അയക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി അവിടുന്ന് അതൊക്കെ കേട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് നിധിയുടെ ചേട്ടൻ വരുന്നുണ്ട്. നിധിയുടെ ചേട്ടൻ വന്ന് പെട്ടെന്ന് നിധിയുടെ ഫ്രണ്ടിൽ കാർ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിധി പേടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നിധിയുടെ ചേട്ടനാണ്. അപ്പം ഈ സൗണ്ട് കേട്ട് സുധീഷിൻ്റെ അച്ഛൻ കാണാതെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഈ ബ്രേക്ക് ഓടിക്കുന്ന സൗണ്ട് കേട്ട് സുധീഷിൻ്റെ അച്ഛൻ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴാണ് നിധിയും കാണുന്നത് തൻ്റെ ചേട്ടനാണ് വന്നതെന്ന്. അങ്ങനെ അവർ തമ്മിൽ സംസാരമാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സുധീഷിൻ്റെ അച്ഛൻ ഇറങ്ങി വന്ന് എവിടെ നോക്കിയാലോ വണ്ടി ഓടിക്കുന്ന, കണ്ണുണ്ടൂടെ നിനക്ക്, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സുധീഷിൻ്റെ അച്ഛൻ അറിയത്തില്ല നിധിയുടെ ചേട്ടനാണത് എന്നറിയത്തില്ല. അങ്ങനെ സംസാരിച്ചതിന് ശേഷം നിധിയുടെ ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. ചേട്ടൻ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാണ് വന്നത്, ഞങ്ങളുടെ കാശ് കൊണ്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് എന്തിനാണ് നിനക്ക്, അതിൻ്റെ ആവശ്യം നിനക്കില്ല, ഒരിക്കലും സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കത്തില്ല, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിൻ്റെ അച്ഛന് മനസ്സിലാവുന്നത് ഇത് നിധിയുടെ ചേട്ടനാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ദൂരോട്ട് മാറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അപ്പം തിരിച്ച് നിധിയും റൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് മേടിക്കാൻ അറിയാം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു, അതിനുള്ള ഫോമും കാര്യങ്ങളും എല്ലാം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരിക്കലും ഞാൻ അതിനെ അനുവദിക്കത്തില്ല. ഇനി ബാക്കി ഞങ്ങളെല്ലാം നാണക്കേടിലാക്കിയിട്ട് നീ മാത്രം അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ വഴക്കിടുന്നുണ്ട്. അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഫോമൊക്കെ നിധിയുടെ ചേട്ടൻ തട്ടിപ്പറിച്ചിട്ട് അത് കീറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയുടെ മുമ്പിൽ വെച്ച് തന്നെ അതൊക്കെ കീറി കളയാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടിട്ടും സുധീഷിൻ്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കീറി കഴിഞ്ഞിട്ട് നിധിയുടെ ചേട്ടൻ നിധിയെ അടിക്കുന്നുണ്ട്. അപ്പം നിധിയുടെ ചേട്ടൻ നിധി അടിക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ പെട്ടെന്ന് വന്നിട്ട് എന്തുവാ കാണിക്കുന്നത്, പെണ്ണുങ്ങളെ പെൺകുട്ടികൾക്ക് നേരെ കൈ കൊണ്ടുവന്നു, ആ രീതിയിലൊക്കെ അടിക്കുന്നോ, ആ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് നിധിയുടെ ചേട്ടൻ സുധീഷിൻ്റെ അച്ഛനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയെ ബലമായി കയ്യിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ കളിയൊന്നും ഇവിടെ വേണ്ട, മാറുന്നില്ലടാ, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ മുമ്പിൽ വെച്ച് തന്നെ സുധീഷിൻ്റെ അച്ഛൻ നിധിയുടെ ചേട്ടനെ അടിക്കുന്നുണ്ട്. അങ്ങനെ നിധിയെ തല്ലുന്നത് കണ്ട് ഓടി വന്ന് നിധിയുടെ ചേട്ടനെ സുധീഷിൻ്റെ അച്ഛൻ അടിക്കുന്നുണ്ട്. അപ്പം നിധിയുടെ ചേട്ടനെ അടിക്കുമ്പോഴത്തേക്ക് കൂടെ വന്ന മറ്റൊരാൾ സുധീഷിൻ്റെ അച്ഛനെ നേരെ കൈയോങ്ങി വരുന്നുണ്ട്. അപ്പം അയാളെയും സുധീഷിൻ്റെ അച്ഛൻ അടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ആയി. സുധീഷിൻ്റെ അച്ഛൻ നിധിയുടെ ചേട്ടനെയും കൂടെ വന്ന ആളെ മാറി മാറി തല്ലി. അപ്പോഴത്തേക്കും നിധിയുടെ ചേട്ടൻ പോയിട്ട് വണ്ടിക്കകത്തുനിന്ന് കത്തി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം വണ്ടിക്കകത്തുനിന്ന് കത്തി എടുത്തുകൊണ്ട് വരുന്നത് നിധിയോ സുധീഷിൻ്റെ അച്ഛനോ കാണുന്നില്ല. ഈ അടിപിടിയുടെ ഇടയ്ക്കാണ് നിധിയുടെ ചേട്ടൻ കത്തി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നിധിയുടെ ചേട്ടൻ കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ വരുന്നത് നിധിയുടെയും സുധീഷിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. അപ്പോൾ സുധീഷിൻ്റെ അച്ഛനെ നിധിയുടെ ചേട്ടൻ്റെ കൂടെ വന്ന ആൾ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് നിധിയുടെ ചേട്ടൻ കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് നിധി പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ കണ്ണ് പൊത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ നിധിയെ ഊഴം വെച്ചിട്ടാണ് ആ കത്തിയെടുത്ത് വീശിയത്. പക്ഷേ അത് സുധീഷിൻ്റെ അച്ഛൻ തടയുകയാണ് ഉണ്ടായത്. കൈകൊണ്ട് ആ കത്തി ഹോൾഡ് ചെയ്ത് പിടിച്ച്. അപ്പോഴത്തേക്കും കോളേജിലെ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് അടിപിടിയൊന്നും ഇവിടെ പറ്റത്തില്ല, അതൊക്കെ കോളേജിന് പുറത്തയക്കണം, ആ രീതിയിൽ വഴക്ക് പറഞ്ഞ് അങ്ങനെ നിധിയുടെ ചേട്ടനും ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നിധി ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം സുഭാഷിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്, ഒരുപാട് രക്തം പോകുന്നു. അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട് അതൊക്കെ എന്തുവാ, ഒരു മുള്ളുള്ളുന്ന വേദനയുള്ളൂ, അതൊന്നും എനിക്കൊരു വിഷയമല്ല, മോള് പേടിക്കാതിരിക്കുക, ആ രീതിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിധി ഭാസ്കരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആരാണ്, അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനല്ലെന്ന് പറയുന്നു. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് അച്ഛനാണെന്ന് പറയുന്നു. അപ്പോൾ അത് ഭാസ്കരൻ ശ്രദ്ധിക്കുന്നുണ്ട് നിധി എന്താണ് പറയുന്നത്. അപ്പം ഹസ്ബൻഡ് അച്ഛനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭാസ്കരന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ
നിധി ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അച്ഛാ എൻ്റെ കയ്യിലുണ്ട്, ബാഗിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ തൊട്ടടുത്തേക്കുന്ന നേഴ്സിനോട് പരിചയപ്പെടുത്താണ് അതെൻ്റെ മരുമകളാണെന്നൊക്കെ. അങ്ങനെ തിരിച്ച് നിധിയും ഭാസ്കരനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഡ്രൈവർ കാറിൽ വെച്ച് ഉറങ്ങി. അപ്പം ഡ്രൈവറെ വഴക്ക് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ചായ കുടിക്കുക, ഉറക്കം പോട്ടെ, ആ രീതിയിലൊക്കെ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വണ്ടി സൈഡിലേക്ക് നിർത്തുകയാണ്. അപ്പോഴത്തേക്ക് നിധി ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടരുത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ ചോദിച്ചോ, എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നിധി അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഭാസ്കരൻ പെട്ടെന്ന് അപ്സെറ്റായി. എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതിരുന്നു. കുറച്ച് നേരം മിണ്ടായിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഭാര്യ മാത്രമല്ല ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒരാളെ മാത്രമൊന്നുമല്ല ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ആ രീതിയിൽ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ നിധിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും കാത്ത് സുഭാഷും സുധീഷും ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു, അവർ വരാൻ താമസിക്കുന്നത് എന്താ, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്നാണ് വണ്ടി വന്ന് നിന്നത്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് സുധീഷ് ഇറങ്ങി ചെന്നു. അപ്പോഴാണ് അച്ഛൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭാസ്കർ ഒന്നും മിണ്ടാതെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പോയി. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെ പറ്റി, കൈക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മറ്റു രണ്ടുപേരും അവിടെ നോക്കി നിൽക്കുകയാണ്, ഹരീഷും നികേഷും. എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യാതെ, ഇതൊന്നുമില്ല, ചെറിയൊരു തട്ടുമുട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാതെ സുഭാഷിൻ്റെ അച്ഛൻ ഇങ്ങനെ പോയി അവിടെ ചാരിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ അടുത്ത് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ. അപ്പം ഡ്രൈവർ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ചേട്ടൻ വന്ന് അവിടെ ഭയങ്കര സീനുണ്ടാക്കി, ആ രീതിയിലൊക്കെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നത്. അപ്പം നിധി ഇതെനിക്ക് പറയുന്നുണ്ട്, ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് കൈ മുറിഞ്ഞതെന്നും അവിടെ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിധി സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഒക്കെ അടുത്ത് വീട്ടുകാരുടെ അടുത്ത് എല്ലാം പറഞ്ഞു. അപ്പം അതെല്ലാം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുന്നുണ്ട്, തൻ്റെ ചേട്ടൻ എന്തോ ഗുണ്ടയാണെന്നാണോ തൻ്റെ ചേട്ടൻ്റെ വിചാരം, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അച്ഛൻ തടുത്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് കത്തി വെച്ച് എൻ്റെ ചേട്ടൻ എന്നെ കുത്തിയേനെ, എന്നെ ഉപദ്രവിച്ചേനെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും വരെയുള്ളൂ.